എക്സ്ട്രാ ടൈമിൽ ഒരു വിജയം കൂടി സ്വന്തമാക്കിയിട്ടുണ്ട് റയൽ മാഡ്രിഡ്. സോ 2-1 ഒരു വിജയം. അവര് ഇപ്പോൾ നിലവിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ നിലവിൽ ബാഴ്സയായിട്ട്. സമനിലയെ പിടിക്കുമെന്ന് പറഞ്ഞ കളിയാണ്, പക്ഷെ അവര് ജയിച്ചു കയറി എന്നുള്ളതാണ്. സോ റയൽ മാഡ്രിഡ് ഈസ് ഫൈൻ, കാരണം അവർക്ക് ഒരു പോയിന്റിന്റെ വ്യത്യാസമുള്ളൂ. അവർക്ക് അടുത്ത എൽ ക്ലാസിക്കോക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. അൺടിൽ റയൽ മാഡ്രിഡ് ഗെറ്റ്സ് എ പെനാൽറ്റി ടൈം ഈസ് ഓവർ എന്ന് പറയുന്ന പോലെ ഒരു കോമഡി തന്നെയാണ് അത്. സോ ഒരു 1-1 ടൈമിൽ നിൽക്കുമ്പോൾ 9 മിനിറ്റ് എക്സ്ട്രാ ടൈം കൊടുത്തു. സോ അവർക്ക് ഗോൾ അടിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു പെനാൽറ്റി എംബാപ്പ എടുത്തു, എംബാപ്പ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. ആ ഒരു ലാസ്റ്റ് മിനിറ്റ് തന്നെ ആയിരുന്നു. ഓവറോൾ എംബാപ്പക്ക് 2-3 ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വേണ്ട രീതിയിൽ എംബാപ്പക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ജയിച്ചത് റയൽ മാഡ്രിഡ് ആണെങ്കിലും കരച്ചിൽ മൊത്തം ബാഴ്സക്കാണ്. നമ്മളെല്ലാവരും കണ്ടതാണ് ബാഴ്സ ഫാൻസിന്റെ ഒരു കരച്ചിൽ. സോ എന്താ പറയാ, ഒരു അനദർ വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം റയൽ മാഡ്രിഡിന്. ഈ ഒരു ചാൻസ് എംബാപ്പയുടെ എടുത്തു പറയേണ്ടായിരുന്ന ആൾക്ക് അത് പോസ്റ്റിൽ തട്ടി പോയെന്നുള്ളതാണ്. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എന്തായാലും ഒന്ന് പേടിച്ചിട്ടുണ്ടാവും റയൽ മാഡ്രിഡ്. പിന്നെ വിനീയുടെ ആ ഒരു ഗോള് എന്താ പറയാ, ഒരു പ്യുവർ ക്ലാസ് എന്ന് പറയാം. കാരണം ആളുടെ ഒരു ആ ട്രിബിളും ആ ഒരു ഫിനിഷിങ്ങും, ആൾ ബാക്ക് ടു ഫോം ആയിട്ടുണ്ട് നിലവിൽ. ആൾ ആ ബാഡ്ജിനെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കുറച്ച് ഇൻഡിവിജ്വൽ മൂവ്മെന്റ്സ് കാണിക്കാനാണ് പുള്ളി എപ്പോഴും ശ്രമിക്കാറ്. പക്ഷെ ഈ ഒരു ഗോൾ എന്തായാലും പുള്ളിയുടെ ഒരു ടോപ്പ് ക്ലാസ് തന്നെ ആയിരുന്നു. കാരണം ആ ഒരു കർവും ആ 3 പേരുടെ ഇടയിൽ നിന്നാണ് ആൾ ഒരു ഫിനിഷ് ചെയ്തത്. സോ ഒരു നല്ലൊരു ഫിനിഷ് തന്നെ ആയിരുന്നു. അപ്പൊ നിലവിൽ വിനി നല്ലോണം കളിക്കുന്നുണ്ട്, പക്ഷെ ടീമിന് മൊത്തത്തിലൊരു പുള്ളിക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല പലപ്പോഴും. പിന്നെ ഒരു പോയിന്റിന്റെ വ്യത്യാസം ഇപ്പൊ നിലവിലുള്ളൂ ബാഴ്സലോണയായിട്ട്. സോ ബാഴ്സലോണ എവിടെയെങ്കിലും ബോട്ടിൽ ചെയ്താൽ മാത്രം കയറി പോകാൻ പറ്റും. പിന്നെ മറ്റൊരു സാഡ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ബെല്ലിഹാമിന് ആ ഒരു ഇഞ്ചുറി പറ്റി. ഒട്ടും വിചാരിച്ചില്ല, കാരണം പുള്ളിയുടെ ആ ഹാംസ്ട്രിങ് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത്തിരി പ്രശ്നമാണ്. റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ്. പിന്നെ വാൽവെർഡയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ലായിരുന്നു. ആൾ ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എപ്പോഴും ആളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു കാണാറില്ല. പിന്നെ ലാസ്റ്റ് ഉണ്ടായ റെഡ് കാർഡ് ഇൻസിഡന്റ് ഒക്കെ എല്ലാവരും കണ്ടു കാണും. ബാഴ്സലോണയും ജയിച്ചായിരുന്നു എൽഷക്കെതിരെ, ഒരു 3-1 ഒരു വിക്ടറി. നല്ലൊരു വിക്ടറി ആയിരുന്നു, പക്ഷെ ഫസ്റ്റ് ഹാഫിൽ അധികം ചാൻസുകൾ പുള്ളിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ബാഴ്സക്ക്. പിന്നെ ഡിജോങ് എന്താ പറയാ, വാട്ട് എ പ്ലെയർ. പുള്ളിയാണ് മൊത്തത്തിൽ ആ ഒരു ടീമിന്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നതെന്ന് പറയാം. ഒരു പ്യുവർ ക്യാപ്റ്റൻ എന്ന നിലയിൽ പുള്ളി നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. ഡിഫെൻസീവിലും ഒഫൻസീവിലും ഒക്കെ ഒരേപോലെ പുള്ളി ടീമിന് വേണ്ടി കളിക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു സ്റ്റാറ്റസിൽ തന്നെ അറിയാം ആളുടെ ഒരു വർക്ക് റേറ്റ് എന്താണെന്നുള്ളത്. സോ ഒരു പ്യുവർ ക്ലാസ് തന്നെയാണ് ആള്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ ടീമിനും വേണ്ട എല്ലാ പ്ലേയേഴ്സും കണ്ടുപിടിക്കേണ്ട ഒരു മെന്റാലിറ്റി കൂടിയാണ് പുള്ളിയുടെ. റീസെന്റ് ആയിട്ട് എല്ലാ കളിയിലും പുള്ളിയുടെ ഒരു പെർഫോമൻസ് എപ്പോഴും പുള്ളി കാഴ്ചവെക്കുന്നുണ്ട്. ഒരു പ്യുവർ ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്യുവർ ജെം എന്ന് വേണമെങ്കിൽ പറയാം. ആളുടെ സാലറി ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നിലവിൽ ബാഴ്സയിൽ, പക്ഷെ അതൊന്നും ആളെ അലട്ടുന്നില്ല എന്നുള്ളതാണ്. ആളുടെ ഒരു പാസിംഗ് ക്വാളിറ്റീസ് ആണെങ്കിലും ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്ന ആൾക്ക് ആ ഒരു മൂവ്മെന്റ് ആണിത്. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ആൾ കളിക്കുന്നുണ്ട് ടീമിന് വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കളി എന്ന് വെച്ചാൽ യമാലിന്റെ ആയിരുന്നു. പറയാ, ആള് എപ്പോഴും ടീമിന് വേണ്ടി നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോൾ റിക്കവറിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നുള്ളതാണ്. കാരണം അത്രയും ആള് ടീമിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട്. സോ പ്യുവർ ജെം തന്നെയാണ് ആള്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആള് ബാക്ക് ടു ഫോം. ആള് റീസെന്റ് ആയിട്ട് നല്ല പെർഫോമൻസ് തന്നെ ടീമിന് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഡാനി ഓൾമോന്റെ ആ ഒരു പാസ് ഒരു രക്ഷയില്ലായിരുന്നു പറയാം. രണ്ടുപേരുടെ ഇടയിൽ കൂടിയാണ് പുള്ളിക്ക് ആ ഒരു പന്ത് തള്ളിക്കൊടുത്തത്. സോ റീസെന്റ് ആയിട്ട് നല്ല കളി തന്നെ ഡാനി ഓൾമോ കളിക്കുന്നുണ്ട്. ആളുടെ ഭാഗത്തുനിന്ന് അസിസ്റ്റ് ഉണ്ടായിരുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ആവുന്നുണ്ട്. പിന്നെ ബാഴ്സലോണ ഒരു ഫ്രണ്ട് ഫോർ അടിപൊളി തന്നെയാണ്. മൊത്തത്തിൽ റഷ്ഫോർഡ് ആണെങ്കിലും നല്ലൊരു കിടിലൻ ഇമ്പാക്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടോട്ടലി ബാഴ്സക്ക് ആശ്വസിക്കാൻ പറ്റിയൊരു ഡേ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ. നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. പിന്നെ റഷ്ഫോർഡ് എന്താ പറയാ, ബാക്ക് ടു ഫോം. ആൾക്ക് കുറച്ച് ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആൾ അതൊന്നും മുതലെടുക്കാൻ പറ്റിയിട്ടില്ല. കുറെ ചാൻസുകളൊക്കെ ആൾ മിസ് ചെയ്യുന്നുണ്ട്. മാൻ യുണൈറ്റഡിൽ നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ് ആളുടെ ഇങ്ങനത്തെ കുറെ മൂവ്മെന്റ്സിൽ ആളുടെ ഒരു മിസ് ചെയ്യല്. പിന്നെ ആൾക്കൊരു ഗോൾ അടിക്കാൻ പറ്റി, അതൊരു യമാൽ ഷോ ആയിരുന്നു. യമാലിന്റെ ഒരു പാസ് ചെയ്യുന്നായിരുന്നു. റഷ്ഫോർഡിന്റെ ഓവറോൾ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ആൾ അടിപൊളി തന്നെയാണ്, പക്ഷെ ആളുടെ ഭാഗത്തുനിന്ന് കുറെ ചാൻസുകൾ മിസ് ആവുന്നുണ്ട്. നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. റഷ്ഫോർഡിന്റെ ഓവറോൾ ഗെയിം അടിപൊളി തന്നെയാണ്. അത്യാവശ്യം നല്ല സ്റ്റാറ്റസ് തന്നെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഒരു പെർമനന്റ് ആക്കുമെന്നാണ് തോന്നുന്നത് ബാഴ്സലോണ. പിന്നെ ഭയങ്കര ബിഗ് ചാൻസ് മിസ്സിൽ ഫെറാൻഡോർസിന്റെ കളി ഒട്ടും രക്ഷയില്ലായിരുന്നു. കണ്ടിരിക്കുന്നവർക്ക് തന്നെ സഹിക്കൂല.